ഒടുവിൽ കേന്ദ്ര കമ്മിറ്റി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ് എല്ലാ കുഴപ്പത്തിനും കാരണം പിണറായി വിജയനാണ്. ഇത് എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് നമ്മൾ വ്യക്തമായിട്ട് ഞാൻ നോക്കിയിരുന്നു. അതിൽ പറയുന്ന കേരളത്തിന്റെ കാര്യങ്ങളെ പറ്റി വളരെ സമഗ്രമായി തന്നെ പല ഹെഡിലായിട്ട് സൈറ്റിൽ അതായത് സാധാരണ കേന്ദ്ര കമ്മിറ്റിയുടെ നിരീക്ഷണങ്ങൾ സൈറ്റിൽ ഇടാറുണ്ട്. എല്ലാ അവലോകങ്ങളും കേന്ദ്ര കമ്മിറ്റിയുടെ സൈറ്റിൽ ഇടാറുണ്ട്. CPM-ന്റെ സംസ്ഥാന സമിതിയിലൊന്നും ഇടത്തില്ല. പക്ഷേ കേന്ദ്ര കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ടാണല്ലോ, അന്തിമ റിപ്പോർട്ട് എന്ന നിലയിൽ അത് പ്രസിദ്ധീകരിക്കാറുണ്ട്. അങ്ങനെ പ്രസിദ്ധീകരിച്ചാണ് ഇത്തവണ, അല്ലാതെ കേരളത്തിന് അല്ലെങ്കിൽ പിണറായി വിജയനെ താറടിക്കാൻ വേണ്ടി പ്രസിദ്ധീകരിച്ചതല്ല. അതിന്റെ സംഘടനാ രീതി അനുസരിച്ച് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ CPM തിരിച്ചറിയുകയാണ് പിണറായി വിജയനെ മുന്നിൽ നിർത്തിയുള്ള പ്രചരണം പാളിപ്പോയി. അതിൽ പ്രധാനമായി പറയുന്ന പോയിന്റ് അതാണ്. പിണറായി വിജയനെ ഉയർത്തിക്കാട്ടിയപ്പോൾ പ്രതിപക്ഷത്തിന് പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റിയില്ല. അത്രയും വിഷയങ്ങളുണ്ടായിരുന്നു. അതേസമയം ഒരു കൂട്ടായ നേതൃത്വം, ഒരുപക്ഷെ പിണറായി വിജയനെ മാറ്റി നിർത്തിയിട്ട് പോലും ഇത്തവണ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യമാണല്ലോ. പിണറായി വിജയനോട് ജനത്തിന് എത്രത്തോളം കലിപ്പുണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ അയാൾ പ്രതിപക്ഷ നേതാവായതിനു ശേഷം അദ്ദേഹം ഇടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിന് അടിയിൽ നോക്കിയാൽ മതി. അതിനകത്ത് ഒരു 1000 കമന്റ് വന്നാൽ 999 കമന്റും ഇദ്ദേഹത്തിനെതിരെയായിരിക്കും. വേറെ ഒരു കമന്റ് ഇയാളെ കളിയാക്കി ചിരിച്ചുകൊണ്ടതായിരിക്കും. അങ്ങനെയാണ് ഒരു അവസ്ഥ. ഇപ്പോൾ പിണറായി വിജയനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചതാണ് സത്യത്തിൽ CPM-ന് പാർട്ടിക്ക് പോലും തിരിച്ചടിയായി. അതായത് പാർട്ടി കണ്ടെത്തുന്ന 3 പ്രധാന തിരിച്ചടികളിലൊന്ന്, വളരെ രസകരമായ തിരിച്ചടികളിലൊന്നാണിത്. പിണറായി വിജയനെ ഉയർത്തിക്കാട്ടിയത്. രണ്ടാമത്തെ രസകരമായ അവര് തന്നെ കുറ്റം സമ്മതിക്കുകയാണ്. ശൈലജ ടീച്ചറിനെ മട്ടന്നൂരിൽ നിന്ന് മാറ്റിയത് ശരിയായില്ല. അതായത് 54 സിറ്റിംഗ് MLA-മാര് മത്സരിച്ചു. വിജയസാധ്യതയുള്ള 54 വരെ നിലനിർത്തി. അതിൽ ഇവരെ മാത്രമാണ് മണ്ഡലം മാറ്റിയത്. അതിന് പാർട്ടി ഒരുപാട് ന്യായങ്ങൾ പൊതുസമൂഹത്തിൽ പറഞ്ഞെങ്കിലും ഇതൊന്നും ദഹിച്ചില്ല. പൊതുസമൂഹത്തിന് ദഹിക്കാത്ത ന്യായങ്ങളാണ് CPM പറഞ്ഞത്. ഇത് ദഹിക്കാത്തതാണെന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയം വന്നതിന് ശേഷം പൊതുസമൂഹം ഇത് വളരെ ചർച്ചയാക്കിയിരുന്നു. അപ്പോൾ ഒരു തിരുത്തൽ ഉണ്ടാക്കിയെങ്കിൽ പോലും ശൈലജ ടീച്ചറിന് വേറൊരു മണ്ഡലത്തിൽ നിൽക്കാനും ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പണ്ട് VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിക്കുകയും പിന്നെ ജനം തെരുവിലിറങ്ങി സീറ്റ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സീറ്റ് വാങ്ങിച്ചു കൊടുത്തതിൻ്റെ പ്രതിഫലനമായിരുന്നു CPM-ന്റെ ജയം. ഇവിടെ തെറ്റ് സംഭവിച്ചു എന്ന് അണികളും പൊതുജനങ്ങളും ചൂണ്ടിക്കാട്ടിയപ്പോൾ തിരുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അതെ, അതിപ്പം KK ശൈലജ ശരിക്കും ക്രൗഡ് പുള്ളറായിരുന്നു. അവരെന്തായിക്കോട്ടെ, അവർ കോവിഡ് കാലത്തെ അഴിമതിയിൽ പേര് ദോഷം കേട്ട ആളായിക്കോട്ടെ, പക്ഷെ പിണറായി വിജയനേക്കാൾ നല്ലൊരു മുഖം അതായിരുന്നു. അവർക്ക് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ ആരോഗ്യവകുപ്പ് കുറച്ചു കാലം അമൃതയിലായിരുന്ന കാലത്ത് നോക്കിയിട്ടുണ്ട്. അന്ന് ശ്രീമതി ടീച്ചറാണ് ആരോഗ്യവകുപ്പ് മന്ത്രി. ഞാൻ വിലയിരുത്തുന്നത് ശ്രീമതി ടീച്ചറാണ് ശൈലജ ടീച്ചറിനേക്കാൾ നല്ല ആരോഗ്യമന്ത്രി എന്നാണ്. അത് മാത്രമല്ല, തുടർച്ച വന്നില്ലേ. വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയപ്പോഴത്തേക്ക് കമ്പാരിസൺ വന്നു. ഈ കമ്പാരിസൺ വന്നപ്പോഴത്തേക്ക് ഒന്നുമല്ലായിരുന്ന ശൈലജ ടീച്ചർ വലിയ സൂപ്പർ സ്റ്റാർ ആയി മാറി. വീണ ജോർജ് പടുകുഴി പോയി. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം ഉറച്ച വാർത്തയിൽ ശ്രീമതി ടീച്ചറാണ് കൂടുതൽ പങ്കെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആശുപത്രികളിൽ മരുന്നെത്തുക, ആന്റിബയോട്ടിക്കുകളെത്തുക, ഇതെല്ലാം അവരുടെ കാലത്ത് സംഭവിച്ചു. അവര് ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ചിക്കുൻ ഗുനിയ പടർന്നത്. അതിനെ വളരെ അന്ന് നമുക്കറിയാം, സ്വകാര്യ ആശുപത്രിയുടെ വരാന്ത വരെ കട്ടിലിട്ട് കോവിഡിനെക്കാട്ടി ഭീകരമായിരുന്നു ചിക്കൻ ഗുനിയ. അതിനെ വളരെ പെട്ടെന്ന് തന്നെ കാര്യക്ഷമമായിട്ട് അന്ന് നേരിടാൻ അവർക്ക് സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. അപ്പൊ അങ്ങനെയുള്ള ശൈലജ ടീച്ചർ എന്തായാലും ശ്രീമതി ടീച്ചർ പ്രവർത്തിച്ചെങ്കിൽ ശ്രീമതി ടീച്ചറിനേക്കാൾ ഇമേജ് ഉണ്ടാക്കാൻ പറ്റിയത് ആരോഗ്യമന്ത്രി എന്നല്ലേ ശൈലജയ്ക്കാണ്. കോവിഡ് വന്നുകൊണ്ടാണ്. അതെന്തായാലും ജനങ്ങൾക്കൊരു വിശ്വാസമുള്ളതാണ്. അവരെ തഴയുന്നു എന്നൊരു തോന്നല് ഉണ്ടായി. CPM-ന് വലിയ അവരെ തടഞ്ഞതിനൊപ്പം പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് തളിപ്പറമ്പ് കൊടുത്തത് ഒരു വലിയ വിഷയമാണ്. ശൈലജ ടീച്ചറിനെ തഴഞ്ഞതും തളിപ്പറമ്പിലെ സീറ്റും തിരിച്ചടിയാകുമെന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. അത് CPM അന്ന് മുഖവിലേക്ക് എടുക്കുകയോ പുച്ഛിച്ച് തള്ളുകയോ ചെയ്തതാണ്. CPM അല്ല, പിണറായി വിജയന് MP പോകുന്നതിന് മാത്രം, ബാക്കി ആർക്കും താല്പര്യമില്ല. പക്ഷെ അപ്പോഴും കേന്ദ്ര കമ്മിറ്റി ഈ റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കിയ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റിക്കൊപ്പം സംസ്ഥാന സമിതിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും വലിയ പിഴവ് പറ്റിയെന്നാണ്. യഥാർത്ഥത്തിൽ അവർക്ക് മാത്രമല്ല, കേന്ദ്ര കമ്മിറ്റിക്കും പോളിറ്റ് ബ്യൂറോയ്ക്കും പിഴവ് പറ്റി. അവർ തിരുത്തണമായിരുന്നു. അവർക്ക് തിരുത്താമായിരുന്നു. VS അച്യുതാനന്ദന്റെ കാലത്ത് അങ്ങനെ തിരുത്തിയിട്ടുണ്ട്. അല്ലേ, അത് ഇതിനകത്ത് പറയുന്നുണ്ട്. പാർട്ടിക്ക് സർക്കാരിലുള്ള നിയന്ത്രണം നഷ്ടമായി. അതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉപരി കേരളത്തിലെ മുഖ്യമന്ത്രിയായി മാറി. ഈ CPM-ന്റെ മുകളിൽ വന്നു പിണറായി വിജയൻ. അവിടെ ഉറച്ചു വിശ്വസിക്കുന്നത് സീതാറാം യെച്ചൂരി എന്ന ജനറൽ സെക്രട്ടറി ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ തെറ്റുകളൊന്നും അനുവദിക്കില്ലായിരുന്നു. പുള്ളി തിരുത്തുമായിരുന്നു. പിണറായി വിജയനെ തിരുത്താൻ തക്ക ഇതുണ്ടായിരുന്നു അദ്ദേഹത്തിന്. യെച്ചൂരിയുടെ എഫക്റ്റ് ആണ് പണ്ട് VS അച്യുതാനന്ദനെ തിരുത്തിച്ചത്. അല്ല പ്രകാശ് കാരാട്ടിന്റെ ഇടപെടലുകളായിരുന്നില്ല. ഉറച്ച നിലപാടുകൾ കാരണമാണ് അന്ന് VS-ന് മത്സരിക്കാൻ അവസരം കിട്ടിയത്. കാരാട്ടല്ല. അതേപോലെ ഒരു ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുമായിരുന്നു. പക്ഷെ
അദ്ദേഹം മരിച്ചുപോയി, എന്തായാലും സംഭവിച്ചു. മൂന്നാമത്തെ ഏറ്റവും വലിയ രസകരമായ സാധനം എന്ന് പറഞ്ഞാൽ അതിൽ പറയാണ്, യോഗി ആദിത്യനാഥ് എന്ന UP മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിക്കാൻ വാസവൻ എന്ന മന്ത്രിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. അതെ, അത് അങ്ങേര് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ, അതായത് കടുത്ത വർഗീയ പ്രചാരകനായ പിന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം യാതൊരു ഉളുപ്പും ഇല്ലാതെ ഇദ്ദേഹം കയറി തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, യാതൊരു ഉളുപ്പും ഇല്ലാതെ. അത് അങ്ങനെ 3 വളരെ രസകരമായ കാര്യങ്ങളാണ് അവര് പറയുന്നത്. പിന്നെ ഉള്ളത് ഒന്ന് ജനങ്ങളെ കേട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങളെ കേട്ടില്ല എന്നല്ല, അവര് പ്രധാനമായിട്ട് 3 തോൽവികൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും അമ്പലപ്പുഴയിലെയും 3 പാർട്ടി കോട്ടകളാണെന്ന് പറഞ്ഞിട്ടാണ് അത് അവിടെ CPM സ്വതന്ത്രന്മാരെ പറ്റി ജയിച്ചതിനെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞാല് പാർട്ടിയും അണികളും തമ്മിൽ അകന്നു എന്നതിന്റെ നേർചിത്രമാണ്. അതെ, അത് കേരള ഒട്ടാകെ ഉണ്ടായ തോൽവി അതിന്റെ ഒരു ഇതാണല്ലോ ഇത് മൊത്തം. മാത്രമല്ല പിണറായി വിജയനെ ജനം വെറുത്തു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ശരിക്കും ഈ റിപ്പോർട്ട് പറയാതെ പറയുന്നത് എന്താണ്, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ ജനം വെറുത്തു, ഇയാളുടെ മുഖം കാണിച്ച് ഞാനല്ലാതെ മറ്റാരെന്നും പറഞ്ഞാണല്ലോ അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങിയത്. ആ റിപ്പോർട്ട് തളിപ്പറമ്പിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, MV ഗോവിന്ദനെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ സംസ്ഥാന കമ്മിറ്റിക്കും സംസ്ഥാന സെക്രട്ടറിയേറ്റിനും പിഴവ് പറ്റി എന്ന് പറയുന്നു. പക്ഷേ പിണറായി വിജയന്റെ കാര്യത്തിൽ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്, പിണറായി വിജയനെ മുന്നിൽ നിർത്തിയുള്ള പ്രചാരണമാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത്. അതെ, ജനം അതുപോലെ അയാളെ വെറുത്തിരുന്നു. കാരണം പിന്നെ ഇതിനകത്ത് ഇതായിട്ട് പറയുന്നത് നേതാക്കളുടെ ഭാഷ, ശരീരഭാഷ, അവരുടെ സംസാര രീതി, അവർ ജനങ്ങളോട് ഇടപെട്ടിരുന്നത്. പിന്നെ ഇവർ വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. വിഷയങ്ങൾ പഠിക്കാതെയാണ് പറഞ്ഞിരുന്നെങ്കിൽ അക്കവിട്ട് എഴുതിയിട്ടുണ്ട് ഈ സാധനം. ഇവർ ഒരു വിഷയങ്ങളും പഠിക്കാതെയാണ് പ്രതികരിച്ചിരുന്നത്. ഈ പ്രതികരണം പലപ്പോഴും വിവാദം സൃഷ്ടിക്കുകയും പിന്നീട് ഈ പ്രതികരണം വിഴുങ്ങുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനെല്ലാം കാരണം. ഈ പാർട്ടി ഇല്ലാതായി, സർക്കാരും ഇല്ലാതെ. ഞാനിതിലുപരി കാണുന്നത്, ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPM-നെ നയിച്ചിരുന്നത് പിണറായി വിജയൻ അല്ല, MAVV എന്ന് പറയുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. അതെ, മതിയായ ഇടപെടലുകൾ കേരളത്തിൽ നടത്താൻ ജനറൽ സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല. ജനറൽ സെക്രട്ടറി ഭയന്നുപോയി. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് പോലും പിന്നോട്ട് പോയി നിന്ന MAVV-യാണ് ഈ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാരണം. അന്ന് ആ പാർട്ടി സംസ്ഥാന സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം MAVV സ്വയം നടന്ന് മുന്നിൽ വന്ന് ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. അതേപോലെ തന്നെ ശൈലജ ടീച്ചറിന്റെ കാര്യത്തിൽ പരസ്യമായി തന്നെ പറയണമായിരുന്നു, ശൈലജ ടീച്ചറിനെ ഇന്ന സ്ഥലത്ത് മത്സരിപ്പിക്കണം. അതെ, അത് തന്നെയാണ് അതിനകത്ത് അവർ പറഞ്ഞത്. മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് CPM ജയിച്ചിട്ടുണ്ട്. പക്ഷേ CPM-ന്റെ അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ കുറവെന്ന് പറഞ്ഞാൽ തോറ്റ സ്ഥലങ്ങളെക്കാൾ അതിഭീകരമായ കുറവാണ്. അത് ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയം. കറക്റ്റ് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ 50,000-60,000 വോട്ടിന് സ്ഥിരമായി ജയിക്കുന്ന സ്ഥലത്ത് ഇത്തവണ വളരെ നേരിയ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ ജയം. അപ്പോൾ ഇത് തന്നെയാണ് കാര്യം. എന്താണ് ഈ പറയുന്ന പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു. മാത്രമല്ല പാർട്ടിക്ക് ഈ സർക്കാരിൽ സ്വാധീനമില്ലാതെ ആയി. പാർട്ടിക്ക് ഇവരെ നിയന്ത്രിക്കാൻ പറ്റാതെ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ, അവിടെയാണ് കാര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. പക്ഷേ വൈകിപ്പോയി. ഇതെല്ലാം നേരത്തെ തന്നെ പറഞ്ഞതാണ്. സാധാരണ പാർട്ടി പുതിയ തെറ്റുകളാണ്, അല്ലെങ്കിൽ പറ്റിയ പുതിയ പിഴവുകളാണ്. ഇത് നേരത്തെ തന്നെ ജനങ്ങൾ പറഞ്ഞ പിഴവ് ചൂണ്ടിക്കാണിച്ചാണ്. ഇപ്പം വീണ്ടും ചൂണ്ടിക്കാണിക്കും. ഇതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത്, നന്ദിയുണ്ട് സഹാക്കളെ എന്ന് പറയുകയാണ്. എന്തൊക്കെയാണെങ്കിലും ശരി, ഇതൊക്കെ പറഞ്ഞാലും പിണറായി വിജയനെ കൈവിടാൻ ഇപ്പോഴും പാർട്ടി തയ്യാറല്ല. അത് പിണറായിയെ ഭയന്നിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ ഡെയിലി അകന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി കേന്ദ്ര കമ്മിറ്റി തിരിച്ചറിഞ്ഞ് തിരുത്തൽ വരുത്തുമെന്ന് നമുക്ക് കരുതാം.